ഞാൻ MLT സെലക്ട് ചെയ്യുന്നത് തന്നെ GCC കൺട്രി അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഒരു MLT കോഴ്സ് തന്നെ സെലക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരുടെയും ആഗ്രഹവും അത് തന്നെയാണ്. MLT പഠിക്കുക, GCC കൺട്രിയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിനകത്ത് നമുക്ക് കൂടുതൽ ആൾക്കാരുടെയും ഒരു ടെൻഷൻ വരുന്നത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാര്യം ബാക്കി നമ്മൾ പ്രോപ്പർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ട് നമ്മുടെ ഡേറ്റ ഫ്ലോ പോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നു പോകും. അതിനകത്ത് നമ്മൾ ഫിനാൻഷ്യലി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ എക്സാമിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് വരാൻ നേരത്ത് നമുക്ക് കുറച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ എക്സാം എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ അതിനകത്ത് പഠിക്കേണ്ട രീതിയാണെങ്കിൽ പോലും നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന രീതിയിലല്ല ഇവിടെ പഠിക്കേണ്ടത്. യൂണിവേഴ്സിറ്റിയിൽ ആ നേരത്ത് ഒരു essay ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് 4-5 പേപ്പർ എഴുതണം. അല്ലെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ ചുമ്മാ കാണാപ്പാടമാണ് പഠിക്കുന്നത്. പക്ഷേ ഈ ഒരു ലൈസൻസിങ് എക്സാമിലേക്ക് വരാൻ നേരത്ത് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് എത്രമാത്രം നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിങ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തും കൺസെപ്റ്റ് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് GCC കോച്ചിങ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം തന്നെയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ബേസിസിൽ അല്ലെങ്കിൽ ഒരു റിയൽ ടൈം പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ പ്രിപ്പയർ ചെയ്യാം, ആ രൂപത്തിലാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ എക്സാം പാസ്സാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലും സ്റ്റുഡൻറ്റ് പോയി കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ അവനെ കേപ്പബിൾ ആക്കുക എന്നതിനെ കുറിച്ചാണ്.